ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു മൊബൈൽ ഗിംബലിൻ്റെ റിവ്യൂ ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഏതാണ് മൊബൈൽ ഗിംബൽ, ഏതാണ് മൊബൈലിന് പറ്റിയ ഗിംബൽ ഒന്ന് റെഫർ ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. നേരിട്ട് പറഞ്ഞ് മടുത്ത്, അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് Insta360 Flow 2 Pro ക്രിയേറ്റർ കിറ്റാണ്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇത് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര അഴുക്കായിട്ട് തോന്നും, കാരണം ഞാൻ വാങ്ങിച്ചിപ്പം 1-2 ആഴ്ചയായി. ഇവിടെ വെച്ചിട്ട് കുറച്ച് ചായയൊക്കെ കളഞ്ഞ് കുറച്ച് ഡെക്കറേഷനൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ബാക്കി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നു. എൻ്റെ കൂടെ ഒരു ബോക്സാണ് ആദ്യം വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫ്രീ ടിൽറ്റ് മോഡ്, ഇൻസ്ട്രക്ഷൻ ബോക്സ്, ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അത് പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അത് USB-C ടൈപ്പിൻ്റെ ചാർജിങ് പോയിന്റ്. എന്തിനാണെന്ന് ഇനി വേണം ഇതൊക്കെ എന്തിനാണെന്ന് ഇനി വേണം പഠിക്കാൻ. പിന്നെ കുറേ ഗൈഡുകളൊക്കെ ഉണ്ട് ഗൈസ്, ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കാറില്ല. പിന്നെ ഒരു പൗച്ച്, പിന്നെ ഇത് മൊബൈലിൻ്റെ ഇത്. പിന്നെ ഇതാണ് നമ്മുടെ ഗിംബൽ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കണ്ടില്ലേ മൊബൈൽ മൗണ്ട് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാം. അയ്യോ, ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ മൊബൈൽ പോക്കറ്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഇതിൻ്റെ തന്നെ സെൽഫി സ്റ്റിക്കും വരുന്നുണ്ട്. കണ്ടോ, ഈ ഇത്രയും ലെവലിൽ നമുക്ക് ആക്കി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പറയാം, കാരണം നമുക്ക് എക്സൈറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കണം എത്രയൊക്കെ വാങ്ങിച്ചതെന്ന് മറന്നുപോയി. ഒരു മാസമായി ബ്രോ വാങ്ങിച്ചു വെച്ചിട്ട് വീഡിയോ എപ്പോഴാണ് എടുക്കുന്നത്. ഇത് ഇത്ര ഐറ്റമാണ് എൻ്റെ കൂടെ കിട്ടിയത്. വേറൊരു പ്രത്യേകത, മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള ഗിംബലിൽ ഇപ്പം നമ്മൾ ഇത് മൊബൈൽ ഹോൾഡർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വേറെ സ്പെഷ്യാലിറ്റി കൊടുത്തേക്കുന്നത്, അവർ തന്നെ മാഗ്നറ്റിക്കിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് ഐഫോണോ സാംസങ് ഏതായാലും മാഗ്നറ്റിക് ഉള്ള ഫോണിലാണെങ്കിൽ ഡയറക്റ്റ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഒട്ടിയിരുന്നോളും കേട്ടോ. സ്ട്രോങ് ആയിട്ട് അതുപോലെ ഒട്ടിയിരുന്നോളൂ, പെട്ടെന്ന് വലിച്ചാലൊന്നും വരത്തില്ല, തെന്നി പോകത്തുമില്ല. സോ അത് ഡയറക്റ്റ്ലി നമ്മൾ വേണ്ടേ കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് ഇതുണ്ടല്ലോ, അതിൽ ഒട്ടിച്ച് വെച്ച ശേഷം മാഗ്നറ്റിൻ്റെ പവറിൽ വേണ്ടേ മാക്സിമം നിപ്പുണ്ട്. ഒരുപാട് സാഹസികതയ്ക്ക് ഞാൻ തയ്യാറെടുക്കുന്നില്ല, കാരണം അരുണ്ട ഫോണാണ്, പുള്ളിനെ ഓടിച്ചിട്ടിടിക്കും. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റ്. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും. ഓക്കെ, അതുകൊണ്ട് ഇതിനകത്ത് എങ്ങനെ വേണോ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നേരെ കണ്ടോ, പോർട്രേറ്റ് മോഡ്. പിന്നെ ചരിച്ച് വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഒന്നും ഞെക്കേണ്ട ആവശ്യമില്ല, ആവത്തില്ലേ. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചരിഞ്ഞ് വീഡിയോ വരും. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ പോർട്രേറ്റ്, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്. പിന്നെ ക്യാമറ ഓൺ ആക്കുക, പിന്നെ സ്റ്റെബിലൈസേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. പിന്നെ ഐഫോൺ ഉള്ളവർ എന്തിനാണ് ഗിംബൽ യൂസ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലൈസേഷൻ ഉണ്ടല്ലോ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട്. സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഓടിച്ചാടി വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ഇടിയുന്നുണ്ട്, കുറച്ച് ക്ലാരിറ്റി കുറയുന്നുണ്ട്. അപ്പം നമുക്ക് ഓടി നടന്നിട്ടുള്ള വീഡിയോസിനൊക്കെ ഗിംബൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റെബിലൈസേഷൻ വീഡിയോയിൽ കിട്ടുന്നതാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ തരുന്നത് ഇവരാണ്, Insta360 Flow 2 Pro. അപ്പോൾ ആ ഒരു വിലയ്ക്കുള്ള സാധനമുണ്ട്, കാരണം ഇത് ഈസി ആയിട്ട് ഇപ്പം ഡിസ്മാൻറ്റിൽ ചെയ്യണമെങ്കിലും എല്ലാത്തിനും എളുപ്പമുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുക്കാം, പിന്നെ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇതായിക്കോളും. ഇത് ഇല്ലാണ്ടും ഇത് വെച്ച് ഞാനൊരു വീഡിയോ പിന്നെ എടുത്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ Insta360 Flow 2 Pro. അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ എടുത്താലും നല്ല സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് കിട്ടാനായിട്ട് ഇത് നല്ലൊരു സപ്പോർട്ടീവാണ്. പിന്നെ സെൽഫി വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ. പക്ഷെ ഇത് കുറച്ച് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും യൂസ് ചെയ്ത് പഠിക്കാനായിട്ട്. വാടാ ഇங்கே പോരടാ. അപ്പോൾ പിന്നെ ഇത് കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ആവണമെങ്കിൽ ഇവരുടെ Insta360 ആപ്പ് ഉണ്ട്, അതിൻ്റെ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ നല്ല എഫക്റ്റീവാണ്. മെയിൻ പ്രത്യേകതയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഗിംബൽ അടിയിൽ നമുക്ക് വേറെ ട്രൈപോഡിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
പിന്നെ ഇതിന് സ്വന്തമായിട്ട് ട്രൈപോഡും തന്നിട്ടുണ്ട് അവർ. രണ്ട് സൈഡിൽ നിന്നൊരു ചെറിയൊരു സാധനമുണ്ട്. പിന്നെ കാണുന്ന ഇത്ര ചെറുതാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ് ഗൈസ്. അപ്പോൾ ഇത് വെച്ചിട്ട് ലൈവ് ട്രാക്കിംഗ് വേണമെങ്കിൽ ലൈവ് ട്രാക്കിങ്ങിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ലൈവ് ട്രാക്കിംഗ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിൻ്റെ യൂസേജ് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ കാണിച്ചിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ വിത്ത് ഫോണും വിത്ത് ഗിംബലും വിത്തൗട്ട് ഗിംബലിൻ്റെ ഒരു വീഡിയോ മാത്രം ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം. ഓക്കെ, അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. ഇനി പഠിക്കാൻ തന്നെ ഞാൻ ഈ കോഴ്സ് എടുക്കണമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് ഡിസ്കണക്ട് ചെയ്യുന്നതും വളരെ സിമ്പിളാണ്. സാധനം പിന്നെ പിടിക്കുക, പിന്നെ ഒടിക്കുക, സാധനം സെറ്റ്. ഇൻസ്റ്റാ 360 കാണണ്ട, എന്നെ ഓടിച്ചിട്ട് ഇടിക്കുമായിരിക്കും. എൻ്റെ ബാക്കിലൊരു ലോക്കുണ്ട്, കറക്റ്റായി ലോക്കാന്നൊക്കെ വെച്ചാൽ മതി. വെച്ചിട്ട് സാധനം ഇത് ഊരിയെടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് പോക്കറ്റ് വെച്ചോണ്ട് നടക്കാം. വ്ളോഗിങ് പോകുന്നവർക്ക് ഗിംബൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മളിങ്ങനെ ഷറബറാന്നെടുത്ത് ഇതൊന്നും ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. മൊബൈൽ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ ഇതിന് ഊരിയെടുത്ത് നമുക്ക് അടുത്ത വീഡിയോ എടുക്കണമെങ്കിലും നല്ല എളുപ്പമായിരിക്കും. ബാക്കിയുള്ള ഗിംബലാണെങ്കിൽ നമ്മൾ ഫിക്സഡ് ആയതുകൊണ്ട് ഇത് വലിച്ച് ഊരിയെടുത്ത് നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പം എന്തുകൊണ്ടും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഇൻസ്റ്റാ 360 ആണ്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തുക, ഏതാണ് ബെസ്റ്റ്. ഓക്കെ, അപ്പം വേറെന്താ പറയണ്ടേ. എടുക്കുന്ന സമയത്ത് നമുക്ക് ചാർജ് കുറവാണെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പോർട്ടുണ്ട്. ഇതിലിട്ട് നമ്മൾ ഈ സി ടൈപ്പ് കണക്ട് ചെയ്ത് മൊബൈലും ചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ചാർജിങ് പോർട്ട് വേറെ ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദയവായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. This app you can download from PlayStation or App Store for better experience. ഞങ്ങളുടെ ലെഫ്റ്റ് നടന്ന് ഇങ്ങോട്ട് നടങ്ങ്. ഇത് അവിടെ തിരുമ്പി നടങ്ങ, അവിടെ നടങ്ങ. ചക്കായോ പോയി കണ്ടുപിടിച്ചിട്ട് ബ്രോ. അപ്പോൾ ട്രാക്കിംഗ് ഉണ്ട് ഏതോ ഡില്ലേ. കേട്ടോ പറഞ്ഞേ തനിയാ റിമോട്ട് പോകും.